നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സുജാതേ, എന്താ സദാനന്ദേട്ടാ, എന്തെങ്കിലും വേണോ? ഞാനൊരു കാര്യം ചോദിച്ച സുജാത എന്നോട് സത്യം പറയുമോ? എന്താ? നമ്മുടെ പിള്ളേര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജീവനും നിത്യയും തമ്മിൽ? അതെന്താ ചോദിക്കാൻ? കുറച്ചു മുമ്പ് ഞാനൊരു കാഴ്ച കണ്ടു. നിത്യമോളെ വീട്ടിൽ നിന്ന് തിരിച്ചു കയറി വരുമ്പോ ജീവനോളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോ മോളുടെ മുടി പൂ വെച്ചിരുന്നു, അത് കാണാതായപ്പോ നോക്കി നോക്കിയാ ജീവൻ പറഞ്ഞ്. അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. നിത്യമോളുടെ ജീവൻ അപകടത്തിലാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്റെ രക്തബന്ധത്തിലുള്ളവർ വരെ. പക്ഷേ അവരുടെ വാക്കുകൾ ഞാൻ തള്ളിക്കളയുക ചെയ്തേ. കാരണം എന്റെ മോളോട് ഞാൻ ചോദിച്ചപ്പോ ഒരു പ്രശ്നമില്ല അച്ഛാന്ന് അവള് പറഞ്ഞ്. അതിനപ്പുറത്താ സുജാതയോടുള്ള എന്റെ വിശ്വാസം. അത് സദാനന്ദേട്ടാ, എന്റെ മകളെ വിവാഹം കഴിച്ചയക്കുമ്പോ ജീവന്റെ കൈപിടിച്ച് ഏൽപ്പിക്കുക എന്നുള്ള ചടങ്ങായിരുന്നു. സത്യത്തില് ഞാൻ സുജാതയുടെ കൈകളിൽ അവളെ ഏൽപ്പിച്ചത്. അമ്മയെന്ന സ്ഥാനമില്ല, അതിനേക്കാൾ ഒരുപാട് മേലെ ദൈവത്തിന്റെ സ്ഥാനത്ത്. എന്റെ മോളെ എന്നോട് ഒരു കാര്യവും പറയില്ല, എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും പറയില്ല. പക്ഷേ ഇതൊക്കെ കണ്ട് നിശബ്ദനായിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് സുജാതയോട് ചോദിക്കുന്നത്, എന്താ അവരുടെ പ്രശ്നം? സദാനന്ദേട്ടാ, ഒരു വിവാഹ ബന്ധമാവുമ്പോ ചിലപ്പോ ഇങ്ങനെയാണോ സുജാതയും രഘുവൊക്കെ ജീവിക്കുന്ന കുടുംബത്തില് ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നത്? എനിക്കെന്തോ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കാണോ എന്നൊരു തോന്നല്. സുജാതേ, അതെനിക്ക് താങ്ങാനാവില്ല. എന്റെ മോളുടെ കരയാത്ത കണ്ണുകൾ പോലും എനിക്കിപ്പോ വിശ്വാസമില്ല. അവളുടെ മുഖത്തെ ചിരി, അതും എനിക്ക് വിശ്വാസമില്ല. എന്തിന്? സുജാത അടക്കം എന്നെ നോക്കി ചിരിക്കുന്ന ആരും എനിക്ക് വിശ്വാസമില്ല. ശരിയാ, കുക്കി കൊള്ളാത്തതാ ഞാൻ എന്റെ മോൾക്ക് വേണ്ടി എടുത്തത്. അതിന്റെ കുഴപ്പമായിരിക്കും. തൊണ്ടയിൽ ഇറങ്ങിയിട്ട് ഇറക്കാനും തുപ്പാനും വയ്യാതെ എന്റെ മോളെ ലഭിക്കുന്നത്. ഞാൻ എന്ത് വിശ്വാസത്തിൽ അവളെ ഇനി ഇവിടെ നിർത്തണം? അവളെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.